നമുക്ക് അടുത്തത് വേറൊരു യൂണിവേഴ്സിറ്റി പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ്സ് ഓൺ എ സ്പേസ് ആർ 50 kilowatts and 10 kilowatts respectively. Cold and dehumidified air at 10 degrees Celsius dry bulb temperature and 90% relative humidity is used to maintain the space condition at 24 degrees Celsius dry bulb temperature. Find RSHF, space relative humidity, mass flow rate of supply air. Okay. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റാസ് സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ്, അതായത് റൂമിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് ലോഡിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ മാർക്ക് സെൻസിബിൾ ഹീറ്റ് ഇസ് ഈക്വൽ ടു 50 kilowatts and latent heat is equal to 10 kilowatts. അപ്പോൾ ഈ സെൻസിബിൾ ഹീറ്റ് ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ RSHF കണ്ടുപിടിക്കാൻ പറ്റും, റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? SHF is equal to സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് എന്നാണ്, ഓർ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ്. സോ സെൻസിബിൾ ഹീറ്റ് എത്രയുണ്ട്? ഇറ്റ് ഈസ് 50 kilowatts. ടോട്ടൽ ഹീറ്റ് എത്രയാണ്? ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെയും കൂടെ സമ്മ്. സോ 50 + 10 60 വരും. ഓക്കെ, സോ അവർ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 50 / 60 0.833 എന്ന് വരും, 0.833. ഓക്കെ, അതാണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ വന്നേക്കുന്നത്. ശരി, ഇനി അടുത്ത ഇതിനകത്ത് മിക്സിംഗ് ഉണ്ട് എയറിൻ്റെ. എങ്ങനെയാണ്? കോൾഡ് ആൻഡ് ഡീഹ്യൂമിഡിഫയർ എയർ അറ്റ് 10 degrees Celsius dry bulb temperature and 90% relative humidity. ഓക്കെ, ഞാനത് ഓർബിട്രറി ആയിട്ട് ഞാൻ ഈ വരച്ചിരിക്കുന്ന സൈക്കോമെട്രിക് ചാർട്ടിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. Here we have 10 degrees Celsius dry bulb temperature and 90% relative humidity. 90% relative humidity ലൈനാണ് ഈ പോകുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കണ്ടീഷൻ നമ്പർ 1. ഓക്കെ, ദെൻ സോറി, ഇവിടെ ഇപ്പം മിക്സിങ് വേറെ മീൻസ് ഔട്ട്സൈഡ് എയറിൻ്റെ മിക്സിങ് പറയുന്നില്ല. എയർ അറ്റ് 10 degrees Celsius dry bulb temperature 90% relative humidity is used to maintain the space condition at 24 degrees Celsius. ഇത് അടുത്ത പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ റൂം ഡിസൈൻ കണ്ടീഷനാണ്. അത് ഈ എക്യുപ്മെൻറ്റ് ഏത് ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നുള്ളതാണ്. സോ അത് ഇവിടെ ഉണ്ട് 24 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ മാത്രം മാർക്ക് ചെയ്തിടാം, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ബാക്കിയെല്ലാം കണ്ടുപിടിക്കാനുള്ള ഡേറ്റാസാണ്. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. 0.833 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിന് കിട്ടുന്ന വാല്യൂ അവിടുത്തെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്താൽ, ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു 0.833 വരുന്ന പോയിൻ്റ് ഇതാണ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്നും നമ്മുടെ ചാർട്ടിനകത്തുള്ള അലൈൻമെൻറ്റ് സർക്കിളിലേക്ക്, അലൈൻമെൻറ്റ് സർക്കിളായിട്ട് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് 25 degrees Celsius dry bulb temperature and 50% relative humidity ലൈനാണ്. നോർമലി എൻ്റെ വാല്യൂ 24 to 26 വരെയാണ് വേരി ചെയ്യുന്നത്. തൽക്കാലം ഞാനിപ്പോൾ ഒരു നമ്മുടെ ഡിസൈൻ കണ്ടീഷൻ 24 ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ 25 എന്ന് പറഞ്ഞേക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരേ വാല്യൂ തന്നെ ചൂസ് ചെയ്യുക. യു ക്യാൻ ചൂസ് 24 degrees Celsius dry bulb temperature and 50% relative humidity. ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം 25 എന്നായിട്ട് അലൈൻമെൻറ്റ് സർക്കിൾ എടുക്കുകയാണ്. സോ ഇവിടെ നിന്നും 25 degrees Celsius അലൈൻമെൻറ്റ് സർക്കിൾ വരുന്ന 25 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്ന ലൈനിലേക്ക് അതിനെ മാർക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് ഈ രീതിയിലാണ് വരാനുള്ളത്. ഈ കിട്ടുന്ന പോയിന്റിലേക്ക് ഞാനൊരു സ്ട്രെയിറ്റ് ലൈനിൽ അതിനെ മാർക്ക് ചെയ്താൽ ഈ ലൈനിന് പാരലായിട്ടായിരിക്കും നമ്മുടെ റൂം കണ്ടീഷനിൽ നിന്ന് കോയിൽ ADPയിലേക്ക് പോകുന്ന ലൈൻ. ഓക്കെ, ഔട്ട്സൈഡ് എയർ മിക്സിംഗ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ റൂം കണ്ടീഷനിൽ, അതായത് ഡിസൈൻ കണ്ടീഷനിലെ എയർ കോയിലിൻ്റെ ADPയിലേക്ക് പോകുന്നത് ഈ ലൈനിന് പാരലായിട്ടായിരിക്കും. സോ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഒരു സൈക്കോമെട്രിക് ചാർട്ടിൽ, ഒരു സാമ്പിൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് കാണിക്കാം. സോ ഇനിഷ്യൽ കണ്ടീഷൻ പറഞ്ഞേക്കുന്ന 10 degrees Celsius dry bulb temperature, 90% relative humidity. Here we have 10 ഡിഗ്രിയുടെ DBT ലൈൻ ഇതാണ്, 90% relative humidity ഇതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ കണ്ടീഷൻ നമ്പർ 1. ദെൻ 24 degrees Celsiusലാണ് റൂമിൻ്റെ ഡിസൈൻ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, 24. ഓക്കെ, ഇതാണ് റൂം ഡിസൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന
24 degrees Celsius dry bulb temperature line. Then alignment circle point 25 and 50% relative humidity. 25 and 50% relative humidity. So this is our alignment circle. ഇനി റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.833 എന്നാണ്. ഓക്കെ, 0.833. ആ ഒരു വാല്യൂവിന് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ കൂടെയുള്ള സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്യുക. ഇതാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിൽ. അവിടെ 0.083. ഹിയർ വി ഹാവ് 6.85. ഓക്കെ, ഇതാണ് ആ ഒരു പോയിൻ്റ് വരുന്നത്. 0.083 എന്ന് പറയുന്ന പോയിൻ്റ്. 0.833. 0.83 എന്ന് പറഞ്ഞ പോയിൻ്റ് ഓൾമോസ്റ്റ് ഇവിടെ വരും. ഓക്കെ, 0.83 എന്ന് പറയുന്ന വാല്യൂ, RSFൻ്റെ വാല്യൂ. സോ ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ അലൈൻമെൻറ്റ് സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ലൈനിന് പാരലായിട്ട് നമ്മുടെ റൂം ഡിസൈൻ കണ്ടീഷനിൽ നിന്ന് പോകുന്ന ലൈനായിരിക്കും ADP യിൽ വന്ന് മീറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് cold and dehumidified air at 10 degrees Celsius DBT and 90% reheat is used to maintain the supply condition. maintain the space condition. അതായത് ഈ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് 10 degrees Celsius DBT ആൻഡ് 90% relative humidity. അങ്ങനെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോസസ്സ് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരും. ഹിയർ വി ഹാവ് എൻ എയർ കണ്ടീഷനിങ് ഡക്റ്റ്. അതിലൊരു കൂളിംഗ് കോയിലുണ്ട്. കൂളിംഗ് കോയിലിൽ ADP ഉണ്ട്. അത് നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 10 degrees Celsius dry bulb temperature ആൻഡ് 90% relative humidity. ഓക്കെ, ഇതാണ് കോയിലിൽ നിന്ന് ഔട്ട് വരുന്ന കണ്ടീഷൻ. ഇതിന് എങ്ങോട്ടാണ് സപ്ലൈ ചെയ്യുന്നത്? 24 degrees Celsius dry bulb temperature ഉള്ള റൂമിലേക്ക്, അതായത് നമ്മുടെ ഡിസൈൻ കണ്ടീഷനിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. സോ ഇത് തന്നെ ആയിരിക്കും തിരിച്ചിവിടെ റീസർക്കുലേറ്റ് ചെയ്ത് കയറുന്ന വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഈ മൂന്നെണ്ണവും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും, ഈ 3 സൈക്കോമെട്രിക് പോയിൻറ്റ്സ്. സോ അതിൽ നമുക്കിപ്പോൾ തൽക്കാലം അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ സപ്ലൈ കണ്ടീഷൻ മാത്രമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു സപ്ലൈ കണ്ടീഷൻ, ADP ആൻഡ് റൂം കണ്ടീഷൻ, ഇത് മൂന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിലേ വരുള്ളൂ. അത് മാത്രവുമല്ല, നമ്മൾ ഈ വരച്ചിരിക്കുന്ന, അതായത് SHF അലൈൻമെൻറ്റ് സർക്കിളുമായിട്ട് വരച്ചിരിക്കുന്ന ലൈനിന് പാരലായിട്ടായിരിക്കും ഞാൻ ഈ പറയുന്ന റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ലൈൻ പോകുന്നത്. അതായത് റൂം ഡിസൈൻ കണ്ടീഷനും സപ്ലൈ കണ്ടീഷനും ADP മാർക്ക് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അലൈൻമെൻറ്റ് സർക്കിൾ ലൈനില്ലേ, ഈ ലൈനിന് പാരലായിട്ട് നമ്മുടെ സപ്ലൈ കണ്ടീഷനിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ this will represent our RSHF ലൈൻ റെപ്രസെൻ്റ് ചെയ്യും. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ലൈൻ ഇതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഈ ലൈൻ സാച്ചുറേഷൻ കർവിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും കോയിലിൻ്റെ ADP എന്ന് പറയുന്നത്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റ് ഓൾമോസ്റ്റ് 8 degrees Celsius ആണ് കോയിലിൻ്റെ ADP ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, താഴോട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സപ്ലൈ കണ്ടീഷൻ ഉണ്ട്. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റൂമിൻ്റെ ഡിസൈൻ കണ്ടീഷൻ 24 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണെന്നുള്ളത്. സോ ഈ വരച്ച പാരൽ ലൈൻ 24ൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മുടെ റൂം ഡിസൈൻ കണ്ടീഷൻ. അപ്പം റൂം ഡിസൈൻ കണ്ടീഷനിലെ വാല്യൂസ് ഞാൻ 1-2 വാല്യൂസ് പറയാം. ടെമ്പറേച്ചർ അറ്റ് ഇതാണ് റൂം ഡിസൈൻ കണ്ടീഷൻ. ഇത് 25 ലൈൻ, ഇത് 24 ലൈൻ ഇതാണ്. സോ ദിസ് ഈസ് ദ റൂം ഡിസൈൻ കണ്ടീഷൻ. ഓക്കെ, സോ റൂം ഡിസൈൻ കണ്ടീഷനിലെ വാല്യൂസ് ഞാനിപ്പോൾ എന്താൽപ്പി റീഡ് ചെയ്ത് എത്ര വരും? ഈ ഒരു വാല്യൂ മെയിൻ ചാർട്ടിൽ വെച്ച് ഞാൻ റീഡ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45. ഓക്കെ, 45 kJ/kg ആണ്. ഇതുവഴി പാസ് ചെയ്യുന്ന
റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ലൈൻ എന്ന് പറയുന്നത് അറ്റ് 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് ആ പോയിന്റിലെ ഡാറ്റ. ഓക്കെ, അതായത് നമ്മൾ ആ റൂം ഡിസൈൻ കണ്ടീഷൻ ഏതാണോ ആ ഡിസൈൻ കണ്ടീഷനിലുള്ള വാല്യൂസ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഡിസൈൻ കണ്ടീഷൻ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അറ്റ് 24°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഞാൻ അതിനോടൊപ്പം തന്നെ നമ്മൾ എൻതാൽപ്പിയുടെ വാല്യൂ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അത് നമ്മൾ കണ്ടുപിടിച്ചു 0.833. ദെൻ സ്പേസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഇതിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ 0.833 50 പോയിട്ടുണ്ട്. ദെൻ ഇതിന് പാരലായിട്ട് ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ടിൽ പാരൽ മാർക്ക് ചെയ്താൽ അത്ര ക്ലിയർ ആവില്ല. നമ്മുടെ ഒറിജിനൽ ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇതായിരുന്നു അലൈൻമെൻറ്റ് സർക്കിളും 0.83 മാർക്ക് ചെയ്തിരുന്ന ലൈൻ. ഇതിന് പാരലായിട്ട് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ നിന്ന് മാർക്ക് ചെയ്യുന്ന ലൈൻ. ഈ കിട്ടുന്ന വാല്യൂ ആണ് കോയിലിൻ്റെ ADP. ഞാൻ പറഞ്ഞു 8°C എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇതും 24 മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ റൂം ഡിസൈൻ കണ്ടീഷൻ. അവിടുത്തെ എൻതാൽപ്പിയുടെ വാല്യൂ ആണ് ഞാൻ ചാർട്ടിൽ റീഡ് ചെയ്തത്. എത്രയാണ്? 45 kJ/kg. ദെൻ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ ആയിരുന്നു 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, സോ സ്പേസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടിയിട്ടുണ്ട്, RC കിട്ടിയിട്ടുണ്ട്. ഇനി ചോദിച്ചേക്കുന്നത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് സപ്ലൈ എയർ എത്രയാണെന്നുള്ളതാണ്. അതായത് എത്രത്തോളം എയറാണ് നമ്മൾ ഈ ഒരു എയർ കണ്ടീഷനിങ് യൂണിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട ഡേറ്റാസ് എന്ന് പറയുന്നത് ഈ റൂമിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടോട്ടൽ ഹീറ്റ് എത്രയാണ്, അതായത് ഈ റൂമിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്. ഈ റൂമിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ് 60 kW ആണ് ഈ റൂമിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈസ് ദ ടോട്ടൽ ഹീറ്റ് ടു ബി അബ്സോർബ്ഡ് അറ്റ് 60 kW. ഇനി ആ 60 kW ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എൻതാൽപ്പീസ്, അതായത് സപ്ലൈ കണ്ടീഷൻ അറ്റ് H1 ആൻഡ് റൂം ഡിസൈൻ കണ്ടീഷൻ അറ്റ് H3. കാരണം H2 എന്നുള്ള പോയിന്റ് നമ്മൾ സാധാരണ ഔട്ട്സൈഡ് എയർ വരുമ്പോഴാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പം H1 ആൻഡ് H3 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. സോ സപ്ലൈ ആൻഡ് റൂം ഡിസൈൻ ഈ രണ്ട് എൻതാൽപ്പീസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ശരിക്കും നമ്മൾ ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. സോ ദ എൻതാൽപ്പി അബ്സോർബ്ഡ് വിൽ ബി ഈക്വൽ ടു H3 minus H1 is equal to 17 kJ/kg. ഓക്കെ, അതായത് നമുക്ക് റൂമിൽ നിന്ന് ടോട്ടൽ അബ്സോർബ് ചെയ്യാനുള്ള ഹീറ്റ് എന്ന് പറയുന്നത് 60 kW ആണ്. കാരണം 60 kW ആണ് റൂമിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. നമ്മളിപ്പോൾ ഹ്യൂമൻ ആൾക്കാർ ഇരുന്നിട്ടോ അല്ലെങ്കിൽ മെഷീൻസ് റൺ ചെയ്തിട്ടോ ഇൻഫിൽട്രേറ്റഡ് എയറോ ഏതെങ്കിലും ഒരു സോഴ്സിൽ, അപ്പം ആ റൂമിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് 60 kW ആണ്. അത് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയർ ഏത് കണ്ടീഷനിലാണ്? അറ്റ് 10°C. ഓക്കെ, ഇപ്പോൾ ഈ 10° എയർ പോയി ഈ റൂമിനകത്തുള്ള എക്സ്ട്രാ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഈ റൂം ഡിസൈനായ 24 എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്തു, ആക്ച്വലി എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന വെച്ചാൽ എത്ര വരും? ഇറ്റ് വിൽ ബി H3 minus H1. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിട്ട് വരേണ്ട ക്വാണ്ടിറ്റീസ് ആണ്. കാരണം 60 kW ആണ് ജനറേറ്റ് ചെയ്യുന്നത്, അത്രയും എന്തായാലും നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവണം. സോ ഹിയർ വി ഹാവ് 60 kW ആൻഡ് ഡിഫറൻസ് H3 minus H1 എന്ന് പറയുന്നത് 17 kJ/kg. രണ്ടും 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ kJ/kg, അതായത് പെർ കിലോഗ്രാം ഓഫ് എയർ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ എന്ത് ചെയ്യണം? ഇതിനെ മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും നമ്മുടെ ഇവിടുത്തെ കിലോവാട്ട്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 60 kW is equal to മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു 17 kJ/kg. അപ്പോൾ ഇക്വേഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? മാസ് ഫ്ലോ റേറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എൻതാൽപ്പി അബ്സോർബ്ഡ്. ആക്ച്വൽ ഹീറ്റ് ലോഡ് എത്രയായിരുന്നു ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്മൾ എത്ര എൻതാൽപ്പിയാണോ നമ്മളവിടെ നിന്ന് അബ്സോർബ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 3.53 kg/s എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ മാസ് ഫ്ലോ റേറ്റ്. ക്ലിയർ?